ഏറ്റവും പ്രിയമുള്ള പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാം ഹൃദ്യമായ സ്വീകരണത്തിനും നല്ല വാക്കുകൾക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ യുവജന വിദ്യാർത്ഥി പ്രവർത്തകനായി 50 വർഷത്തിനപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ച എനിക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായും ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ മന്ത്രിസഭയിൽ ഒരംഗമായും പ്രവർത്തിക്കാൻ സാധിച്ചതിൽ മാധ്യമ സുഹൃത്തുക്കളുടെ, മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം വലിയ പിന്തുണയും സഹായവും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം സ്നേഹത്തിനും അതുപോലെ ക്രിയാത്മകമായ വിമർശനങ്ങൾക്കും പിന്തുണയ്ക്കുമെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്കെല്ലാം അറിയാം, പുതിയ ഗവൺമെന്റ് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് കേരളത്തിൽ ചുമതലയേൽക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ജനനിബിഡമായ, ജനപങ്കാളിത്തമല്ല ജനനിബിഡമാണ്. വലിയ ജനക്കൂട്ടമായിരുന്നു, ആരവമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, സ്റ്റേജിൽ പോലും ആളുകളായിരുന്നു. അങ്ങനെയുള്ള വർദ്ധിച്ച ജനപിന്തുണയിൽ പുതിയ സർക്കാർ ബഹുമാനായ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതീക്ഷകൾ സഫലമാക്കാൻ സാധിക്കുന്ന കൂട്ടായ പരിശ്രമങ്ങൾക്കാണ് ഞങ്ങളെല്ലാവരും മുൻതൂക്കം നൽകുന്നത്. അതിൻ്റെ പ്രാരംഭ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് മുൻപ് ഐക്യജനാധിപത്യ മുന്നണി ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ തിരുവനന്തപുരത്ത് വന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിലത് തുടങ്ങിക്കഴിഞ്ഞു, ബാക്കിയുള്ളത് തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ പ്രധാന ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മന്ത്രിസഭ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ സമയമെടുത്ത് ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ചു പോവുകയാണ്. എനിക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ടുള്ള വകുപ്പുകളുടെ പ്രാധാന്യം ഇവിടെ സുനിൽ പറഞ്ഞു. ഒന്ന് വൈദ്യുതിയാണ്. കേരളത്തിൽ വൈദ്യുതി സംതൃപ്തി, നമുക്ക് സ്വയം സംതൃപ്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ വ്യവസായ രംഗത്തും കാർഷിക മേഖലയിലും ജനജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും, വായുവും വെള്ളവും പോലെ മനുഷ്യജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ശുദ്ധവായു, ശുദ്ധജലം. അതുപോലും ലഭ്യമാകണമെങ്കിൽ വൈദ്യുതി ആവശ്യമാണ്. വായുവും വെള്ളവും പോലെ ചലനത്തിന്, മനുഷ്യജീവിതം ചലിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് പവർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ആ മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പഠിച്ചു വരികയാണ്. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു, മുൻകാല മന്ത്രിമാരുമായിട്ട് സംസാരിക്കും, കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കും, കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നു. നമ്മുടെ മലബാറിൻ്റെ വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തടസ്സങ്ങളുമെല്ലാം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ 400 kV ലൈൻ, അത് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതിന് നിർമ്മാണത്തിൽ തടസ്സം വന്നത് അതിൻ്റെ സ്ഥല ഉടമകൾക്ക് നൽകുന്ന പ്രതിഫലം സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ ചുമതലയിൽ നിന്നുകൊണ്ട് പരമാവധി പരിശ്രമിക്കും, ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ. പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഞാനൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചൊരു പദ്യഭാഗം ചിലപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ട് പരിസ്ഥിതിയെ സംബന്ധിച്ച്. കേരളത്തിൻ്റെ പ്രത്യേകത, കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് ലോകം കാണുന്നത് നമ്മുടെ പ്രകൃതി സമ്പത്ത് കൊണ്ടാണ്, നമ്മുടെ സസ്യലതാദികളാണ്, നമ്മളുടെ മഴയാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, അതിൻ്റെ എല്ലാം പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിലും സാരമായിട്ട് മനുഷ്യ ജീവിതത്തെയും അതുപോലെ പക്ഷിമൃഗാദികളെയും എല്ലാം സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി നിലനിർത്താൻ, അതിനെതിരെ വരുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ആഗോളതലത്തിലുള്ള വിഷയങ്ങൾ തന്നെയുണ്ട്. ആ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പാർലമെന്ററി കാര്യം നമുക്കെല്ലാം അറിയാം. അത് നിയമസഭയ്ക്കകത്തുള്ള കോർഡിനേഷനും, അതുപോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളർന്നു വരുന്ന തലമുറകളെ സജീവമായിട്ട് പങ്കാളികളാക്കാനും അവരെ പഠിപ്പിക്കാനും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പാഠങ്ങൾ നമ്മുടെ സ്കൂൾ കുട്ടികളെ, കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുമെല്ലാം പാർലമെന്ററി കാര്യ വകുപ്പിന് പരിമിതികളുണ്ടെങ്കിൽ പോലും അതിനും പരമാവധി പരിശ്രമിക്കുന്നതാണ്.
മലബാറിൽ നിന്ന് ഞാനും സിദ്ദിഖുമാണ് ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ മാത്രം. കണ്ണൂർ ഒരുപാട് നേതാക്കന്മാരുടെ മഹനീയമായ പാരമ്പര്യം കോൺഗ്രസ് ആണെങ്കിലും മറ്റു കക്ഷികളാണെങ്കിലും ഏറ്റെടുത്തിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞിട്ടുള്ളത്. ശ്രീ കെ കരുണാകരൻ്റെയും ഇ കെ നായനാരുടെയും എല്ലാം കഴിഞ്ഞ കാലം നമുക്കെല്ലാവർക്കും അറിയാം. പ്രഗത്ഭരായ നേതാക്കന്മാർ ശ്രീ കെ സുധാകരനും നൂറുദ്ദീൻ സാഹിബും എൻ രാമകൃഷ്ണനും കുഞ്ഞമ്പുവേട്ടനും കടന്നപ്പള്ളിയും ശൈല ടീച്ചറും എല്ലാം മന്ത്രിമാരായി പ്രവർത്തിച്ച ജില്ലയാണ് കണ്ണൂർ ജില്ല. ശ്രീമതി ടീച്ചറും എല്ലാവരും പ്രവർത്തിച്ച ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ണൂരിൻ്റെ സമഗ്ര വികസനത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാവരുടെയും സഹകരണത്തോടെ ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുന്നതാണ്. ഉത്തര മലബാറിൻ്റെ പൊതുവായ കാര്യങ്ങൾ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് ഉത്തര മലബാറിൻ്റെ അവികസിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും പരമാവധി എല്ലാവരുടെയും സഹകരണത്തിൽ പരിശ്രമിക്കുന്നതാണ്. എല്ലാവരുടെയും സഹകരണം, സഹായം, വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി പറയുന്നു. നമസ്കാരം. ഏറ്റവും വലിയ ചർച്ച കഴിഞ്ഞ സമയങ്ങളിലുണ്ടായിരുന്നത് നമ്മുടെ വൈദ്യുതി പ്രശ്നത്തിൽ ഈ സോളാർ അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലൊരു ചർച്ചകളായിരുന്നു ഈ അവസാന ഘട്ടത്തിൽ കൂടുകൂടി കൺസെപ്റ്റ് കൂടിയപ്പോഴൊക്കെ. അങ്ങനെ ഒരു ഫോക്കസ് താങ്കളുടെ വകുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം സോളാറിൻ്റെ ഒരു പ്രശ്നം ഇപ്പം സോളാർ മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ കടക്കുന്നുണ്ട്. പക്ഷേ അത് പകലല്ലേ ഉൽപ്പാദനം നടക്കുന്നത്. അത് സ്റ്റോറേജ് ചെയ്യാൻ ബാറ്ററി സിസ്റ്റം, അതിനാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകേണ്ടത്. പകല് നമുക്ക് അത്രയും ആവശ്യം വരുന്നില്ല, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് സ്റ്റോറേജ് നടത്തിക്കൊണ്ട് ബാറ്ററി ആക്കി മാറ്റിക്കൊണ്ട് ആവശ്യഘട്ടങ്ങളിൽ അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ അപ്രഖ്യാപിത നോട്ട് ഷെഡിംഗ് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോഴും രാവും പകലും ഭേദമില്ലാതെ ഈ കറണ്ട് അപ്രഖ്യാപിതമായ ഒരു പവർ കട്ട് നിലവിലുണ്ടോ? ഇല്ല, പവർ കട്ടില്ല. ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായിട്ട് നിയമസഭ കഴിഞ്ഞിട്ട് വൈദ്യുതി വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ നേരത്തെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനോട് ആളുകൾ സഹകരിക്കും. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടല്ല, പവർ ഫെയിലിയർ ഉണ്ടാകും. അത് അങ്ങനെയല്ല, അത് മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ടായത് ഒരു ഫെയിലിയർ ആണ് എന്ന്. അത് നമ്മൾ വിശകലനം ചെയ്തതാ. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. ഇതിനിടയിൽ രാഷ്ട്രീയ ചർച്ചയുണ്ടായിരിക്കുന്നത് താങ്കൾ ഈ വൈദ്യുതി മന്ത്രിയാവാൻ കാരണം നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കും എന്നും അത് വൈദ്യുതിയിലേക്ക് വരാനുണ്ടായ കാരണം താങ്കൾ AC വേണുഗോപാൽ ഇരിക്കൂറിൽ നിന്നും മത്സരിച്ചു. ഇല്ല, അത് മാതൃഭൂമി അത് വന്നത്, അതുകൊണ്ടാണ് വിജയനെ ഏറ്റെടുക്കുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനിക്കുന്നത്. ഉചിതമായ തീരുമാനം എടുക്കാം. എനിക്ക് തൽക്കാലം കൊണ്ടുപോകുന്നു. തൽക്കാലം രണ്ടും കൂടെ ഒരാൾ ചുമതല വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതാണ് കൂടുതൽ നല്ലത്. പാർട്ടി നേതൃത്വം ഉചിതമായ ചർച്ചകൾ നടത്തിയ നല്ലത്. അവര് ചർച്ച ആരംഭിച്ചിട്ടില്ല. നിങ്ങളാണ് അതിനൊരു മാധ്യമങ്ങളിലെ ചർച്ച ചെയ്യുന്നുണ്ട്. ബാരാപോളിലെ പ്രതിസന്ധി നമുക്കറിയാം. അതിലെ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ കനാലിലെ ചോർച്ചയാണ്. അതിന് കൃഷ്ണൻകുടി ചേട്ടൻ മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ അവിടെ പോയി കണ്ടതാണ്. വലിയ പൈസ അതിന് വേണ്ടി വരും. അന്നത്തെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അത് നടപ്പിലായില്ല. അപ്പോൾ ഞാൻ ഈ വകുപ്പിൻ്റെയും കൂടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ്. പേരാവൂർ MLA എന്ന നിലയിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബോർഡ് മെമ്പേഴ്സുമായിട്ടും സംസാരിച്ചപ്പോൾ, എഞ്ചിനീയർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരൊരു വിദഗ്ധ പഠനത്തിന് വേണ്ടി ഡൽഹിയിൽ നിന്നൊരു സംഘത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സംഘത്തിൻ്റെ പഠന റിപ്പോർട്ട് എത്രയും വേഗം കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നടപടികളിലേക്ക് പോകും.
കാര്യം പരിശോധിക്കും. അത് ഒറ്റയടിക്ക് വൈദ്യുതി മന്ത്രി മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് റെഗുലേറ്ററി കമ്മീഷനുമായിട്ടും ഗവൺമെൻറ് തലത്തിൽ മുഖ്യമന്ത്രിയായിട്ടും ധനകാര്യ വകുപ്പ് കൂടി അദ്ദേഹത്തിൻ്റെതാണ്. ആ കാര്യം പരിശോധിക്കും. അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ആ കാര്യങ്ങൾ എങ്ങനെ ജനപക്ഷത്ത് നിന്ന് കൈകാര്യം ചെയ്യാം, കേരളത്തിൻ്റെ വികസനത്തെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ വികസനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്. ആടാമറ പയ്യ വരില്ലേ, അത് പഠിക്കാം മനസ്സിലാക്കാം. അതിന് നമുക്ക് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ നിർമ്മാണത്തിനുള്ള സാങ്ഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് നടത്തും. അല്ല, രക്തൻ കേൽക്കർ എന്ന വ്യക്തിക്കെതിരെ നമ്മൾ അങ്ങനെ ആശയം ഉന്നയിച്ചില്ല. അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു. നല്ല സൗമ്യനായ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം പല വകുപ്പുകളിലും പരിസ്ഥിതി ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് അങ്ങനെ പൊളിറ്റിക്സ് ഒന്നുമില്ല. കാരണം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നല്ലോ, ഞങ്ങളെ സഹായിച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ നിയന്ത്രണത്തിലായിരുന്നില്ലോ അദ്ദേഹം. ബംഗാളിലെ കേസ് ഡെഫിനറ്റ്. ബംഗാളിലെ ആക്ഷേപം എന്തായിരുന്നു? ആക്ഷേപം അന്നത്തെ കേന്ദ്ര ഭരണ കക്ഷിക്കെതിരെയായിരുന്നു ആക്ഷേപം. ആ കക്ഷി BJP ബംഗാൾ ഭരണം വന്നപ്പോഴാണ് അത് അവിടെ പിടിച്ച് അദ്ദേഹത്തെ ആക്കിയത്. അതാണ്. അപ്പോൾ ശരി, താങ്ക് യു. നന്ദി. ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ സുനിൽകുമാർ, ശ്രീ കബീർ കർണാടക, PCC പ്രസിഡന്റ് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും പ്രസിഡന്റിനോട് നന്ദി പറയുന്നു. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.